എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 140-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. കൃതപൃഷ്ടാ മനോയുജ യേ ത്വാ വഹന്തി വന്നയ ആ ദേവാനത് സോമപീതയേ. അന്വയം: ഹേ അഗ്ന ഋതസ്പൃഷ്ട മന യുജ വഹ്നയ ഏ അശ്വാഹ ത്വാ വഹന്തി തൈഹി അശ്വേഹി സോമപീതയേ ദേവാൻ ആഘൃത പൃഷ്ഠ. ആഘൃത സോമപീതയേ ദേവാൻ ആഘൃത പൃഷ്ഠ. പ്രകാശമാനമായ ശോഭയോടുകൂടി പൃഷ്ഠഭാഗവും മിനുസവുമുള്ള മനയുജ, സങ്കല്പത്താൽ മാത്രം തേരിൽ പൂട്ടാൻ കഴിയുന്നവയും, വഹ്നയ, അങ്ങയെ വഹിക്കുന്നവയും, സോമപീതയെ, സോമപാനം ഹേതുവായിട്ട് യാഗവേദിയിലേക്ക് ദേവാൻ ദേവന്മാരെ ആഹ്വാനം ചെയ്താലും. അല്ലയോ അഗ്നിദേവ, മിനുസമുള്ള ശോഭനയുക്തമായ പൃഷ്ഠഭാഗത്തോടു കൂടിയവയും മനസ്സിൽ സങ്കല്പമാത്രേണ രഥത്തിൽ പൂട്ടാൻ കഴിയുന്നവയും ആയ അങ്ങയെ വഹിച്ചുകൊണ്ട് തേർവലിക്കുന്നവയുമായിട്ടുള്ള അശ്വങ്ങളോടുകൂടി യാഗവേദിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായ സംസ്കരിച്ച സോമരസം പാനം ചെയ്യാനായിട്ട് വേഗത്തിൽ അങ്ങ് മറ്റു ദേവന്മാരോടുകൂടി യാഗവേദിയിലേക്ക് ആഗതനായാലും. ഇന്ദ്രനെ യാഗവേദിയിലേക്ക് ഋത്വിക്കുകൾ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.